ജനപക്ഷത്ത് നിന്ന് സത്യം തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുകയാണോ, ബലിയാടാക്കുകയാണോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിഥികളുണ്ട്. അതിഥികളിലേക്ക് പോകും മുൻപ് ഇപ്പോൾ നമ്മോടൊപ്പം അമൽ കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ. അമൽ, ഈ ഹാരിസ് ചിറക്കലിനെതിരെയുള്ള ഈ നടപടികളൊക്കെ തന്നെ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണോ ഇപ്പോഴുണ്ടാകുന്ന ഈ ഉപകരണങ്ങൾ കാണാനില്ല എന്നടക്കമുള്ള ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് വിഷയത്തെ കാണേണ്ടത്? എന്താണ് ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനൗദ്യോഗികമായിട്ട് എന്തെങ്കിലും മറുപടികൾ നൽകുന്നുണ്ടോ അമൽ? പ്രജീഷ, ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഹാരിസിന് കിട്ടിയ പിന്തുണയും ഹാരിസിൻ്റെ ഈ തുറന്നു പറച്ചിലിനോടുള്ള എതിർപ്പുകളെയും നമുക്ക് പല വിധത്തിൽ തരംതിരിക്കാൻ കഴിയും. അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങി എന്നൊരു ഡോക്ടർ വന്ന് തുറന്നു പറയുന്നു. ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഒന്നടങ്കം ഡോക്ടർക്ക് ലഭിക്കുന്നു. ആ പിന്തുണ കണ്ടില്ല എന്ന് നടിക്കാൻ ആരോഗ്യവകുപ്പിനാകുമായിരുന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു, ഈ ഡോക്ടർ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്, അതിനാൽ തന്നെ ഡോക്ടറെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ആദ്യ പ്രതികരണം. പക്ഷേ അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വെച്ചൊരു പരിപാടിയിൽ ഈ ഡോക്ടർ ചെയ്ത് ശരിയായില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അതിനുശേഷം പിന്നീട് സജി ചെറിയാൻ അടക്കമുള്ള ആളുകളും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകളും ഈ ഹാരിസ് ചിറക്കലിൻ്റെ നടപടി ശരിയായില്ല എന്നുള്ള തരത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഈ ഹാരിസിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഒരു 4 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഹാരിസ് ചിറക്കൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാപരമല്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്, പക്ഷേ എല്ലാം വസ്തുതാപരമല്ല എന്ന റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടി DMA ഒരു നോട്ടീസ് നൽകുന്നത്. അതൊരു നോട്ടീസ് എന്നല്ല, ഹാരിസിനെതിരെയുള്ള ഒരു കുറ്റപത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കി എന്നൊരു ആരോപണം അതിൽ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അത് വസ്തുതയാണ്. കാരണം സർവീസ് ചട്ടം ലംഘിച്ചാണ് ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ ഒരു താക്കീത് എന്ന നടപടിയിൽ ഒതുങ്ങുമെന്നാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത്. എങ്കിൽ ഈ നല്ല ഉദ്ദേശവും പൊതുജനത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുമൊക്കെ ഹാരിസിനുള്ളതിനാൽ തന്നെ ചെറിയ നടപടിയാണ് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഹാരിസിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ വരുന്നു. ഹാരിസ് മറുപടി നൽകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സമിതിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വട്ടം കൂടി വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഹാരിസിന് ഇനിയൊന്നും ചെയ്യാനില്ല. അതിന് പിന്നാലെയാണ് മറ്റൊരു വിഷയം കൂടി വരുന്നത്. ഒരു ഉപകരണം കാണാനില്ല. 20 ലക്ഷം രൂപയുടെ ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ഉപകരണം കാണാനില്ല എന്ന് പറയുന്നു. അത് ഈ യൂറോളജി വിഭാഗത്തിൽ നിന്നും കാണാതാകുമ്പോൾ ആ വിഭാഗത്തിൻ്റെ മേധാവിയായ ഹാരിസ് ചിറക്കലിനാണ് പൂർണ്ണ ഉത്തരവാദിത്തം. വിഭാഗ മേധാവി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ ആ ഉപകരണം കാണാതായ വിഷയത്തിൽ നടപടിയെടുക്കാം. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉപകരണം കാണാതായിട്ട് 2 വർഷമായി. ഹാരിസ് ചിറക്കൽ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. അതിനാൽ തന്നെ ഈ ഉപകരണം കാണാതെ പോയ വിഷയത്തിൽ ഹാരിസ് ചിറക്കലിന് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി എന്തായാലും ഹാരിസ് വിശദീകരണം നൽകട്ടെ. അതിനുശേഷം സർക്കാർ നടപടി എന്താണെന്ന് കാത്തിരുന്ന് കാണാം.